ഇത് രാജേന്ദ്ര മൈതാനിയാണ്. അതായത് നമ്മുടെ ദർബാർ ഹോൾ ഗ്രൗണ്ടിൻ്റെ അവിടുന്ന് ദർബാർ ഹോൾ ഗ്രൗണ്ടിൻ്റെ സൈഡിൽ കൂടെ വന്നാൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയാൽ നേരെ സുഭാഷ് പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക്, ആ കാണുന്ന സുഭാഷ് പാർക്കാണ്. അതായത് ചിൽഡ്രൻസ് പാർക്കാണ് നേരെ പോകുന്ന വഴിയാണ്. ഓക്കെ, സോ ഇതാണ് വെന്യൂ വരുന്നത്. ഇവിടെ പാർക്കിംഗ് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഡെക്കറേഷൻ എന്ത് ഐറ്റംസ് എവിടെ വേണമെങ്കിലും ചെയ്യാം. അത് ഐഡിയ പരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനത്തെ കുറച്ച് മരങ്ങളുണ്ട്, കുറച്ച് സിറ്റിംഗ് സ്പേസ് ഉണ്ട്, ഫ്ലാഗ് പോൾസ് ഉണ്ട് ലൈറ്റിങ്ങിന്, പിന്നെ കുറച്ച് ഹാലജൻ ലൈറ്റ്സ് ഉണ്ട്. മെയിനായിട്ട് ഇവൻറ്റിൻ്റെ സ്പേസ് വരുന്നത് ഈ ഏരിയ ആണ്. ഇതൊരു ലോൺ സെറ്റപ്പാണ്. അപ്പോൾ ഇതാണ് ബേസിക്കലി ലോണും കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയ. അതാണ് സ്റ്റേജ് വന്നിട്ട്. ഇവിടെ കൈൻഡ് ഓഫ് ലോണ്ട് ഏരിയ ഇതേപോലെ ഇങ്ങനെ കയറി കൈൻഡ് ഓഫ് എസ്കലേറ്റഡ് ആയിട്ടുള്ളൊരു ചെറിയൊരു ആംഫി തിയേറ്റർ സെറ്റ് പോലെയാണ് ലോണ്ട് ഏരിയ വരുന്നത്. ഇപ്പുറത്ത് ഇതേപോലെ തന്നെ ചെറിയൊരു അതിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ കുറച്ച് ബെഞ്ചസും സെറ്റിംഗ് ഏരിയ ഉണ്ട്. സൈഡിൽ കായലാണ്. ഇതാണ് ഒരു ഓവർവ്യൂ ഓഫ് വാട്ട് ദ വെന്യൂ ലുക്സ് ലൈക്ക്. അതിൻ്റെ മേലേക്കാണ് കയറാൻ വേണമെങ്കിൽ സീരിയസ് ആണ്. നമുക്കിവിടെ കുഴിക്കാൻ പറ്റില്ല. പുല്ലിൽ നമുക്ക് കുഴിക്കാനോ അതായത് കുഴിയെടുത്ത് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കി എന്തൊക്കെ ചെയ്യാം, നമുക്ക് ഡെക്കറേഷൻസ് എനിത്തിങ് ചെയ്യാം, ചെയർസ് ഇടാം, അതിനൊന്നും ഇഷ്യൂ ഇല്ല. ദാറ്റ്സ് ഓൾ ഫൈൻ. ദിസ് ഈസ് ദി സ്പേസ് ദാറ്റ് വി ഹാവ് ടുഡേ. ഇപ്പോൾ കറൻ്റ്ലി പബ്ലിക് അലൗഡ് ആണ്. നമ്മളൊന്ന് വെന്യൂവിന് മുന്നേ ചിലപ്പോൾ ഇവിടെ ഒന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ വന്നിട്ട് ലേഡീസ് ടോയ്ലറ്റ് ആണുള്ളത്. അത് എത്രത്തോളം വെൽ മെയിൻറ്റൈൻഡ് ആണ് എന്നറിയില്ല, നമ്മൾ നോക്കണം. സോ ദിസ് ഈസ് എൻ ഓവറോൾ ഐഡിയ ഓഫ് ദ വെന്യൂ. ഒരു 700 മുതൽ 1000 പേരുടെ വരെ പരിപാടി സെറ്റ് ചെയ്യാമെന്നുള്ളൊരു സ്കീമിലാണ് വിചാരിക്കുന്നത്.